ആശാ വർക്കേഴ്സ് അനിശ്ചിതകാല പണിമുടക്കിലേക്ക് ഇന്നു മുതൽ സേവനത്തിന് ഇറങ്ങില്ല. ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കുന്നതുവരെ സെക്രട്ടേറിയറ്റ് മുന്നിലെ സമരം തുടരാനാണ് തീരുമാനം. അലക്സറ മുഹമ്മദ് തിരുവനന്തപുരം നിന്ന് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് അലക്സറാം. യഥാർത്ഥത്തിൽ ഈ ആശാ വർക്കേഴ്സ് അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുന്നുവെന്ന് മനസ്സിലായി, വിവരങ്ങൾ പറയൂ. ഗുഡ് മോർണിംഗ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച്, അതായത് അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക, പ്രതിമാസ ഓണറേറിയം 21,000 രൂപയാക്കുക, അവരുടെ ഈ വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപയായി ഉയർത്തുക, അപ്പോൾ ഈ ഓണറേറിയത്തിനുള്ള ഉപാധികൾ എടുത്തു കളയുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആശാപ്രവർത്തകർ, ആശാ വർക്കർമാർ ഈ സമരം ആരംഭിച്ചത്. അതിൽ 1-2 ആവശ്യങ്ങൾ സർക്കാർ, അതായത് ഈ സമരത്തെ ഭയന്ന്, പ്രതിപക്ഷത്തിൻ്റെ പിന്തുണയെ ഭയന്ന്, ഈ സമരത്തിനോടുള്ള ജനങ്ങളുടെ ആഭിമുഖ്യത്തെയൊക്കെ ഭയന്ന് സർക്കാർ 1-2 ആവശ്യങ്ങളൊക്കെ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട ആവശ്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. അത് 21,000 രൂപയാക്കി ഉയർത്തണമെന്ന് അവർ പറയുന്നു. പ്രതിമാസം ഇപ്പോൾ അവർക്ക് ലഭിക്കുന്നത് 6,000 രൂപയോ 7,000 രൂപയോ ഒക്കെയാണ്. അത് 13,000 രൂപ വരെയാണ് സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല എന്ന് ആശാപ്രവർത്തകർ, ആശാ വർക്കർമാർ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ ചില ബോർഡുകളുണ്ട്. PSC മെമ്പർമാർക്ക് വാരിക്കോരി ശമ്പള വർധന, ആശമാർക്ക് ആട്ടുംതുപ്പ്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഈ PSC അംഗങ്ങൾക്കും PSC ചെയർമാനും ഒക്കെ വർദ്ധിപ്പിച്ച അവരുടെ ശമ്പളം എത്രത്തോളമാണെന്ന് നമ്മൾ കണ്ടതാണ്. 1,4 ലക്ഷം മുതൽ 1.5 ലക്ഷം രൂപ വരെ അവരുടെ പ്രതിമാസ ശമ്പളം വർദ്ധിപ്പിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള സർക്കാർ തങ്ങളുടെ കയ്യിൽ പണമില്ല, ഖജനാവിൽ പണമില്ല എന്ന് പറഞ്ഞ് ഈ ആശാ വർക്കർമാരുടെ അവരുടെ സേവനത്തെ കണ്ടില്ലാതെ നടിക്കുകയാണ്. ഈ കോവിഡ് കാലമൊക്കെ കടന്നുപോയത് നമ്മൾ കണ്ടതാണ്. അതെങ്ങനെയാണ് നമ്മൾ അതിജീവിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. അവരുടെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അതൊറ്റക്കെട്ടായി കേരളം അതിജീവിച്ചതാണ് കോവിഡ് പോലുള്ള മഹാമാരികളെ. ഈ ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളെല്ലാം കൃത്യമായി ഇടപെടൽ നടത്തുന്നവരാണ് ആശാപ്രവർത്തകർ. അവരുടെ ഈ ആവശ്യങ്ങൾക്ക് മേൽ എന്തുകൊണ്ട് മുഖം തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ മന്ത്രി വീണ ജോർജ് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിക്കാത്തതിനാലാണ്. ഏതാണ്ട് 100 കോടി രൂപ കേന്ദ്ര സർക്കാർ നൽകാനുണ്ട്. ആ 100 കോടി രൂപയ്ക്ക് വേണ്ടി വേണമെങ്കിൽ ദില്ലിയിൽ പോയി ആശാ വർക്കർമാരുടെ കൂടെ സമരം ചെയ്യാൻ തയ്യാറാണെന്നാണ് മന്ത്രിയുടെ വാദം. അപ്പോൾ ഇന്നലെ അവർ മഹാസംഗമം അടക്കം ഇവിടെ നടത്തിയ ആ പ്രതിഷേധം അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ തട്ടിക്കൂട്ട് ആവശ്യങ്ങൾ നിറവേറ്റി ഒഴിഞ്ഞു പോകുമെന്ന് സർക്കാർ വിചാരിക്കേണ്ടെന്ന് ആശാ വർക്കർമാർ കൃത്യമായി പറയുന്നുണ്ട്. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണം. ഇന്നു മുതൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് കടന്നിട്ടുണ്ട്. സംസ്ഥാനത്തെ എല്ലാ സേവനങ്ങളും നിർത്തിവെക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. ആശാ വർക്കർമാർ ഇവിടെയുണ്ട്. ചേച്ചി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മന്ത്രി പറയുന്നത് സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല. അതായത് 2 പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് ആശാ വർക്കർമാരുടെ ഭാഗത്ത് ഇപ്പോഴുള്ളത്. ഒന്ന്, ഈ വിരമിക്കൽ ആനുകൂല്യം വർദ്ധിപ്പിക്കുക, ഓണറേറിയം വർദ്ധിപ്പിക്കുക. സർക്കാർ പറയുന്നത് അത് കൂടുതൽ ചർച്ചകൾ ആവശ്യമാണെന്നാണ് സർക്കാർ. ഞാൻ ഓരോ ചോദ്യമായി ചോദിക്കാം. കൂടുതൽ ചർച്ചകൾ അതിലാവശ്യമാണെന്നാണ് സർക്കാർ പറയുന്നത്. ഒരു ചർച്ച മാത്രമേ സർക്കാർ ഇതുവരെ നടത്തിയിട്ടുള്ളൂ. അതിനുശേഷം ഈ സമരത്തിന് നേർക്ക് സർക്കാരിൻ്റെ നിലപാടെന്തായിരുന്നു? സർക്കാർ ഈ സമരത്തിന് മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു നിലപാടാണ് ഇപ്പം നമ്മൾ കാണുന്നത്. മിനിസ്റ്റർ ഈ സമരം തുടങ്ങി 5-ാമത്തെ ദിവസം ഒരു ചർച്ച നടത്തിയെങ്കിലും അത് പ്രശ്നപരിഹാരത്തിനായിട്ടുള്ള ഒരു ചർച്ചയല്ല. അത് നമ്മൾ സമരം അവസാനിപ്പിച്ച് പോകണമെന്ന് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് നേതാക്കന്മാരെ അങ്ങോട്ട് വിളിച്ചത്. പിന്നെ സാമ്പത്തിക പരാധീനതയുടെ കാലഘട്ടത്തിലും ലക്ഷങ്ങൾ ശമ്പളവും പെൻഷനും ഒക്കെ വാങ്ങിക്കുന്നവർക്ക് അത് വീണ്ടും ലക്ഷങ്ങളായി വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ആശമാരുടെ ഒരു മാസത്തെ ഓണറേറിയം കൊടുക്കുന്നതിന് 24 കോടി രൂപ മതി. അത് നമ്മുടെ സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു തുകയല്ല. അത് റോളിംഗ് ഫണ്ടായിട്ടെടുത്ത് അത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. അതാണ് കുടിശ്ശിക വരുത്തിക്കൊണ്ടിരുന്നത്. പിന്നെ മിനിസ്റ്റർ പറഞ്ഞ സമരത്തിന് വന്നത് ഞങ്ങൾ സമരത്തിൻ്റെ ആളുകളല്ലേ, അതല്ലേ ഇവിടെ ഇന്ന് 12-ാമത്തെ ദിവസമാണ് ഈ പൊരിവെയിലെത്തിരിക്കുന്നത്. മിനിസ്റ്റർ സമരത്തിന് വരുമ്പം ഇതുപോലെ ഇരിക്കാൻ തയ്യാറായി വരണം. ഞങ്ങൾ പോകാൻ തയ്യാറാണ്. ദില്ലിയിലേക്ക് മിനിസ്റ്റർക്കൊപ്പം പോകാൻ തയ്യാറാണ്. അവിടെ ഇരിക്കാൻ, തങ്ങൾക്കൊപ്പം ഇരിക്കാൻ മന്ത്രി തയ്യാറാവണം. തീർച്ചയായിട്ടും ഈ പറയുന്നത് പോലെ നമ്മൾ ആവശ്യപ്പെടുന്നത് നേടിയെടുക്കുന്നത് വരെ അവിടെ ഇരിക്കാൻ മിനിസ്റ്ററും റെഡിയാകണം. ഞങ്ങൾ റെഡിയാണ്. ആ ഒരു ചർച്ച, അതായത് 6-ാം തീയതിയിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം മറ്റു യാതൊരുവിധ ഡയലോഗും നമുക്കിടയിൽ നടന്നിട്ടില്ല. അത് മന്ത്രിയുമായോ സർക്കാരുമായോ നടന്നിട്ടില്ലല്ലോ. 6-ാം തീയതി അല്ല, 15-ാം തീയതിയാണ് ചർച്ച നടന്നത്. നമ്മുടെ സമരം തുടങ്ങിയതിൻ്റെ 5-ാം ദിവസം. അതിനുശേഷം ഇന്ന് വരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നമ്മളെ ചർച്ചയ്ക്ക് വിളിക്കുകയോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല. ഈ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുന്നത് വരെ ഈ സമരം തുടരാൻ തന്നെയാണ് തീരുമാനം, അല്ലേ? അങ്ങനെ തീരുമാനിച്ചാണല്ലോ നമ്മൾ വന്നത്. നമുക്കിവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് എന്ത് കിട്ടാനാണ്? അല്ലെ, എന്താണ് നമ്മുടെ ജീവിതത്തിലുള്ളത്? 7,000 രൂപയാണ് കിട്ടുന്നത്. അത് തന്നെ മാസങ്ങളിപ്പോൾ 11-ാം തീയതി നമ്മളിവിടെ സമരം തുടങ്ങിയതിൻ്റെ പിറ്റേ ദിവസം രാത്രി 11-ാം തീയതി രാത്രി ജിയോ വന്നു 2 മാസത്തെ ഓണറേറിയം. ഇന്നലെ 20-ാം തീയതി, ഇന്നലെയാണ് ചിലരുടെയൊക്കെ അക്കൗണ്ടിലേക്ക് 1 മാസത്തെ ഓണറേറിയം വന്നത്. ഈ 2 മാസത്തെ ഇവിടെ ചില പത്രങ്ങൾ എഴുതി 26,400 രൂപ എല്ലാ ആശമാരുടെയും പേഴ്സണൽ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇതുവരെ ഒരു ആശമാരുടെയും വന്നിട്ടില്ല. വന്നത് 1 മാസത്തത് 6,000 രൂപ വെച്ചും 6,300 രൂപ വെച്ച് ക്രൈറ്റീരിയ വെച്ച് അത് വെട്ടിക്കുറച്ചിട്ടുണ്ട്.
കേരളത്തിൽ എവിടെയാണ് ഇവർ ആവർത്തിച്ച് ഭരണാനുകൂല ആളുകൾ ചർച്ചയിലും പത്രങ്ങളിലും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 13,200 രൂപ ആശമാർക്ക് കിട്ടുന്നുണ്ടെന്നാണ്. 7,000 രൂപയാണ് ഓണറേറിയം എന്ന് അവർ പറഞ്ഞു. പിന്നെ ഈ ബാക്കി തുക 6,000-ഓളം വരുന്ന തുക എവിടെ നിന്നാണ്? ഇൻസെൻറ്റീവ് എത്രത്തോളം കിട്ടും? ഇവിടെ ഫിക്സഡ് ഇൻസെൻറ്റീവ് 2,000 രൂപയാണ്. 7,000 രൂപ എല്ലാ ക്രൈറ്റീരിയയും പൂർത്തിയാക്കി ഒരു ആശാ വർക്കർ ഓണറേറിയം ലഭിക്കുകയാണെങ്കിൽ 7,000 രൂപ കിട്ടും. ഫിക്സഡ് ഇൻസെൻറ്റീവും ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയ പൂർത്തീകരിച്ചാൽ 2,000 രൂപ, 9,000 രൂപ വരത്തുള്ളൂ. എന്നാലും പിന്നെ ഈ പറയുന്ന ആളുകൾ ഈ ചാനലുകളിലൊക്കെ വന്നിരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ആളുകൾ ഈ ആശാവർക്കർമാർക്ക് കിട്ടുന്ന ഇൻസെൻറ്റീവ് എത്രയാണെന്നും കൂടി ആശാവർക്കർമാരോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരുന്നത് നല്ലതാണ്. അനുവദിച്ച കുടിശ്ശികകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇന്ന് മുതൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് കടക്കുകയാണ്. അതായത് സേവനങ്ങളൊക്കെ നിർത്തിവെക്കുന്നു. സേവനങ്ങളൊക്കെ നിർത്തിവെച്ചുകൊണ്ടാണ് നമ്മൾ പണിമുടക്കിലേക്ക് പോകുന്നത്. തീരും വരെ സമരം. എസ്കാൻ, എനിക്കൊരു കാര്യം കൂടെ പറയേണ്ടത്, അതായത് പൊരി വെയിലാണ് എസ്കാൻ. ഏതാണ്ട് ഒരു 34 ഡിഗ്രി 35 ഡിഗ്രി ചൂടാണ് ഇവിടെ ഈ പകൽ സമയത്ത് അനുഭവപ്പെടുന്നത്. അത് മാത്രമല്ല ഈ പുലർച്ചെ, അതായത് രാത്രിയും പുലർച്ചെയും ഒക്കെ നല്ല തണുപ്പുമുണ്ട്. മണിക്കൂറുകളുടെ വ്യത്യാസം കൊണ്ട് താപനില 18 മുതൽ 21 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെയാണ് ഈ ആശാ വർക്കർമാർ ഈ സമരവുമായി മുമ്പോട്ട് പോകുന്നതെന്നാണ്. പക്ഷേ ഈ സമരവുമായി മുമ്പോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. മുമ്പോട്ട് പോകും. വല്ലാത്ത ചൂടല്ലേ? വല്ലാത്ത ചൂട്, കരിഞ്ഞു പോണ ചൂട്. ഞങ്ങൾ സർക്കാർ ഞങ്ങൾ ആവശ്യങ്ങൾ നേടും വരെ ഞങ്ങളിവിടെ സമരം ചെയ്യും. എസ്കാൻ, ഓക്കെ, അതാണ് അവർ പറയുന്നത്. അതായത് ഈ സമരവുമായി മുമ്പോട്ട് പോകും. മന്ത്രിയോട് ഒരു കാര്യമാണ് അവർ പറയാനുള്ളത്. ഡൽഹിയിൽ പോയി സമരം ചെയ്യാൻ തയ്യാറാണ്, പക്ഷേ മന്ത്രി ആ ആവശ്യം നേടിയെടുക്കുന്നവർ തങ്ങൾക്കൊപ്പം ഡൽഹിയിൽ ഇരിക്കാൻ തയ്യാറാകണമെന്നാണ് ആശാ വർക്കർമാർ പറഞ്ഞത്. ഇന്ന് 12ാമത്തെ ദിവസമാണ് അവർ അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം തുടരുന്നത്. ആ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നതുവരെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകും. ഇന്നു മുതൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് കടന്നു എന്നാണ് ആശാ വർക്കർമാർ വ്യക്തമാക്കുന്നത്. താങ്ക് യു. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.